രാവിലത്തെ ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രകടനത്തിന് ശേഷം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് റൂമിൽ വന്ന് കിടന്നു, പുതച്ചു മൂടി കിടന്നു. ഗബ്രി അടുത്ത് വന്നിരുന്ന് തലോടി തലോടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗബ്രി ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ജാസ്മിനോട് ഗബ്രി ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന്. അപ്പൊ ജാസ്മിൻ പറഞ്ഞ മറുപടിയാണ് ഐ ലവ് യു എന്ന്. തിരിച്ച് ഗബ്രി ഐ ലവ് യു പറഞ്ഞു. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ, അങ്ങനത്തെ രീതിയിലാണ് സംസാരം പോണത്. അറിയില്ല, എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം അവരുടെ കയ്യിൽ നിന്ന് ഇത് പോയി. ഇനി അവർക്ക് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ശരിക്കും വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊരു നാടകമല്ലെങ്കിൽ ഇനി ഇത് ഇവരൊരു ഡ്രാമ കളിക്കുകയാണോ എന്നും അറിയില്ല. പക്ഷെ ഈ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് പരസ്പരം അവർ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഇവരുടെ പ്രശ്നം പുറത്തുള്ള വീട്ടുകാരും പുറത്ത് റിലീജിയൻ അവരുടെ അവരുടെ കാര്യങ്ങളുണ്ടല്ലോ, കാസ്റ്റ് ഒക്കെ വേറെയല്ലേ. ഈ ഒരു പ്രശ്നമാണ് ഇവരുടേതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും വലിയ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ജാസ്മിൻ വാക്ക് കൊടുത്തു പോകുന്ന ഒരു ചെക്കനുണ്ട് പുറത്ത്. ഇതെല്ലാം ആലോചിച്ചിട്ടാണ് ഇവര് തുറന്ന് സമ്മതിക്കാത്തതും തുറന്ന് എല്ലാവരുടെയും മുമ്പിൽ അന്തസ്സായി നടക്കാത്തതും. എന്തിനാ ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുന്നത് തോന്നുക കേട്ടോ ഈ രണ്ടെണ്ണത്തിനെയും കണ്ടിട്ട്. അയ്യോ ഭയങ്കര ബോറാവുണ്ട്, ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാവുണ്ട്. ബിഗ് ബോസിൽ തന്നെ ഇപ്പൊ ഇതെന്നെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ അറിയോ, വേറൊരു കണ്ടന്റും അവിടെ നടക്കണില്ല. ഇത് മാത്രമേ നടക്കണുള്ളൂ. ഇനി ഇവര് രണ്ടുപേരും ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവോ ഈ ഡേ മുഴുവനും അറിയില്ല. വല്ലാത്തൊരു കഷ്ടം. എന്തായാലും അവര് രണ്ടുപേരും പരസ്പരം അത്രയും അകലാൻ പറ്റാത്ത അത്ര ഇഷ്ടത്തിലാണ് ഇപ്പോ. പക്ഷെ ഈ ഒരാഴ്ച കൊണ്ടൊക്കെ ഇത്ര ഇഷ്ടം ഒരു ആണിനും പെണ്ണിനും തോന്നുമെന്നും എനിക്കറിയില്ല. എന്നാ അതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. വീണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഐ ലവ് യു പറച്ചിലും പിന്നെയും തലോടലും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവർ അത്രയ്ക്കും ഇഷ്ടത്തിലാണ്. എനിക്ക് സഹതാപം മുഴുവൻ ഇവരോടല്ല, ഇവരെ വീട്ടുകാരുണ്ടല്ലോ. സങ്കടാണ് ശരിക്കും അച്ഛനമ്മമാരുടെ കാര്യം. ഇതൊക്കെ നമ്മൾ ഈ കണ്ടിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വീട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു അവസ്ഥയെ വല്ലാത്ത കഷ്ടം തന്നെയാണ്. എന്തായാലും ഇവരിനി എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് അങ്ങനെ അകന്ന് കളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോണോടത്തോളം പോട്ടെ.